ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സോണിൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക, അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സയൻസ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആ വ്യക്തി എന്നോട് ഇടപഴകുന്നത് ഞാൻ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് ഫ്രണ്ട്ലി ആയി ഇടപഴകിയപ്പോൾ എന്നോടൊരു ഇഷ്ടമുണ്ട് എന്ന് കരുതി എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന സയൻസിലൂടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇടപഴകുന്നത്. ഇത് ഒരു അട്രാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളോടൊരു താല്പര്യമുണ്ടോ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന സയൻസ് ആണ്. നോക്കാം. ഒന്നാമതായി, നിങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിമെന്റ് ഒക്കെ തരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളോടൊരു സ്പെഷ്യൽ അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു അടുപ്പം ഉണ്ട് എന്ന രീതിയിൽ അവർ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യില്ല. അതായത് സെക്സിയാണ്, ഹോട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉപയോഗം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ടേംസ് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ സൈൻ. പലപ്പോഴും ഹാൻസം ആണ്, അല്ലെങ്കിൽ വളരെ ഗോർജിയസ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ ക്യൂട്ടാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പറയാ. ഒരിക്കലും ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിങ്ങളിൽ ഉണ്ടാക്കില്ല. അതല്ലെങ്കിൽ അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വേർഡ്സ് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് ഫസ്റ്റ് സൈൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കോംപ്ലിമെന്റ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്തൊക്കെ ഫ്രണ്ട്ഷിപ്പാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ സൈന്. ഒരുപക്ഷെ അത് ഡയറക്റ്റ്ലി ആവാം, ഇൻഡയറക്റ്റ്ലി ആവാം, അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. തേർഡ് സൈന്, നിങ്ങളുമായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ട് അവർ ഇടപഴകില്ല, അല്ലെങ്കിൽ വളരെ ഇന്റിമേറ്റ് ആവാൻ അവർ ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ള മൂവ്സ് ഒന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് നമ്മളോടിപ്പോൾ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അടുപ്പമുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറിക്കൊണ്ട് സംസാരിക്കുക, ഇടപഴകുക എന്നുള്ളതൊക്കെ. സോ ഇങ്ങനെയുള്ള ഇന്റിമേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്സും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിന്നുകൊണ്ട് പെരുമാറുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സൈന്, അവരൊരു എഫേർട്ടും ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായി എടുക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡേറ്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള യാതൊരുവിധ എഫേർട്ടും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. ഒരു സ്പെഷ്യൽ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റു പല എൻഗേജ്മെന്റ്സും ഒഴിവാക്കിക്കൊണ്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് നിങ്ങളിലോട്ട് വരുന്നു. അങ്ങനെയുള്ള എഫേർട്ടുകളൊന്നും അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ. നെക്സ്റ്റ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ലേറ്റ് നൈറ്റ് കോൾസോ ടെക്സ്റ്റ് മെസ്സേജസോ അല്ലെങ്കിൽ വളരെ ഡീപ്പ് കോൺവെർസേഷൻസ് ലേറ്റ് നൈറ്റിൽ നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആബ്സെന്റ് ആയിരിക്കും. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിലുപരി വളരെ ക്ലോസ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് നൈറ്റ് ടോക്കുകളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു സൈൻ. നെക്സ്റ്റ് വൺ, ഈ വ്യക്തിക്ക് ആരോടെങ്കിലും ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ക്രഷോ ഒരു ഇൻഫാക്ച്വേഷനോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിലാണ് അവർ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൈനാണ്. ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള ഇഷ്ടം ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തുറന്ന് പറയുന്നു എന്നുള്ളത്. ഫൈനൽ വൺ, നിങ്ങളെ മറ്റൊരു വ്യക്തിയുമായിട്ട് കാണുന്ന സമയത്ത് ഇവർക്ക് ജലസ് ഒന്നും ഫീൽ ചെയ്യില്ല. അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡീൽ ചെയ്യുകയും അതൊരു കോംപ്ലിമെന്റ് എന്ന രീതിയിൽ നിങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തിയോടൊപ്പം നിന്നെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ വളരെ ഹാപ്പി ആയിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ ഫീലിംഗ് ഗുഡ് എന്നുള്ള രീതിയിലൊക്കെ കോംപ്ലിമെന്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിലാണ് കാണുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്, ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് എന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള സൈൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കട്ടെ. നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്